എല്ലാവർക്കും നമസ്തേ. ഈ കഴിഞ്ഞ 10-12 വർഷമായി, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതലയേറ്റതിന് ശേഷം ഉണ്ടായിട്ടുള്ള വികസനത്തെക്കുറിച്ച് നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞാൽ, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താൽ ഉടനെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്താണ്? കുറേ അന്തംകമ്മികളും കോങ്ങികളെന്നും പൊതുവെ വിളിക്കുന്ന കക്ഷികളുണ്ട്. അതായത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകളും. ഓഹോ, ഇതൊന്നും നരേന്ദ്രമോദി കൊണ്ടുവന്ന വികസനമല്ല, ഞങ്ങളുടെയൊക്കെ ചാച്ച അല്ലെങ്കിൽ അപ്പച്ചൻ അല്ലെങ്കിൽ അച്ഛൻ നെഹ്റുജിയും പിന്നെ ഞങ്ങളുടെയൊക്കെ മമ്മി അല്ലെങ്കിൽ അമ്മ, രാഷ്ട്രമാതാവെന്ന് അവർ വിളിക്കുന്ന ഇന്ദിരാഗാന്ധി, അവരൊക്കെ കൊണ്ടുവന്ന സ്ഥാപനങ്ങളാണ് ഇതൊക്കെ, അല്ലാതെ നരേന്ദ്രമോദി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് അവർ പറയും ISR വേണ്ട കണ്ടോ, ഞങ്ങളുടെ അച്ഛൻ നെഹ്റു കൊണ്ടുവന്നു, വേറെണ്ണം കാണിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കണ്ടോ ഞങ്ങളുടെ അമ്മ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോ സ്ഥാപനങ്ങളുടെ പേര് അവർ ഉയർത്തി കാണിക്കും. അത് ISR ആയാലും VSSC ആയാലും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആയാലും എല്ലാം ഇവർ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഇതെല്ലാം പണ്ട് കാലത്ത് നെഹ്റു അല്ല ഇന്ദിരാഗാന്ധി അല്ല രാജീവ് ഗാന്ധി അല്ല, ആര് കൊണ്ടുവന്നെന്നിരിക്കട്ടെ, അവരുടെ കാലത്ത് ഇതൊക്കെ തുടങ്ങി വെച്ചെന്നിരിക്കട്ടെ, എന്തുകൊണ്ട് അതിപ്പോൾ അവിടെ നടക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ അന്ന് കാലത്ത് ഇവർ നടത്താൻ തയ്യാറായില്ല എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. DRDO ഉൾപ്പെടെ നേരത്തെ തൊട്ടേ തുടങ്ങി വെച്ചാണ് നമ്മൾ സമ്മതിച്ചു. ഇതെല്ലാം നെഹ്റു തുടങ്ങി വെച്ചാണ്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി തുടങ്ങി വെച്ചാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ അറ്റം വന്നിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ശേഷം രാഹുൽ ഗാന്ധി ആണെങ്കിലും ഇപ്പോൾ ഇവരുടെ പാർട്ടിയുടെ മുതലാളി, അദ്ദേഹം തുടങ്ങി വെച്ചതാണെന്ന് വരെ പറഞ്ഞിട്ട് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഒരു സ്ഥാപനം തുടങ്ങി വെച്ചത് കൊണ്ട് കഥയുണ്ടോ? ഇല്ലല്ലോ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പം നമ്മൾ ISR തുടക്കമിട്ടു, അവിടെ ഇത് ചെയ്തിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ DRDO ആണെങ്കിലും ഏതാണേലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ തുടങ്ങി വെച്ചു. ഇവിടെ പറയുക അതാണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും. എന്നിട്ട് അദ്ദേഹം അവരൊക്കെ എന്ത് ചെയ്ത, അവർക്ക് വേണ്ടപ്പെട്ട കുറേ പേരെ ഉദ്യോഗസ്ഥരായിട്ട് വെച്ച് സർക്കാർ ചെലവിൽ സ്ഥാപനം തുടങ്ങിയിട്ട് ഇതെല്ലാം തുടങ്ങി വെച്ചു. എന്നിട്ട് പറയുക വേണ്ട, നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇത് ഉണ്ടാക്കുന്ന, നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ നമ്മൾ വെടിക്കെട്ട് നടത്തുമല്ലോ. അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് ഇത് ആ കാലങ്ങളിലൊക്കെ ഈ വാണം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് നമ്മുടെ കയ്യിൽ അങ്ങോട്ട് വെച്ച് കത്തിച്ചിട്ട് എറിയുകയാണ് ചെയ്ത് മേളിലോട്ട്, അത് മേളിൽ പോയി പൊട്ടും. ഇവർ പറയും ഏതാണ്ട് നമ്മൾ ഇപ്പം വാണം ഇങ്ങനെ ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഇതിനെ ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് അതിനകത്ത് നിന്ന് പല കളറ് വരുന്നതും അല്ലെന്നുണ്ട് നമ്മൾ കൈകൊണ്ട് എറിയുന്നതിന് പകരം എവിടെയെങ്കിലും സ്ഥാപിച്ച് വെച്ചിട്ട് തീ കത്തിച്ച് അത് പോകുന്ന രീതിയിലൊക്കെയുള്ളത് സാധനം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി, അല്ലാതെ കൂടുതൽ അങ്ങോട്ടൊന്നും നിങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിച്ച് അവരുടെ പ്രവർത്തനം പരിമിതിപ്പെടുത്തി വെച്ചെന്നിരിക്കട്ടെ. നമ്മൾ ഒരു പുതിയ തരത്തിലുള്ള ടെക്നോളജിയിലോട്ട് മുന്നോട്ട് പോകുന്നില്ല. ഇത് മാത്രത്തിൽ മുന്നോട്ട് എന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ കൂടുതൽ എന്തെങ്കിലും ടെക്നോളജി നമ്മൾ കണ്ടുപിടിച്ചാൽ അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല, റഷ്യക്ക് ഇഷ്ടപ്പെടത്തില്ല, ചൈനയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല, അവർ നമുക്കെതിരെ ഉപരോധം കൊണ്ടുവരും. അതുകൊണ്ട് അതൊന്നും വേണ്ട, ഇപ്പം ഇതൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരെ നിരുത്സാഹപ്പെടുത്തുക. അതുപോലെ നമ്മൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ഒരു വിമാന കമ്പനിയാണ്. അത് വർഷങ്ങൾക്ക് മുമ്പേ നെഹ്റുവിൻ്റെ കാലത്താട്ടെ സ്ഥാപിച്ചു. എന്നിട്ട് പറയാം നിങ്ങൾ ഇവിടെ വിമാനമൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ, വല്ല വിമാനം വരുവാണെങ്കിൽ അതിന് പെയിൻ്റ് അടിക്കാനോ അതിൻ്റെ ചെറിയ അറ്റകുറ്റപ്പണിയൊക്കെ നിങ്ങൾ നടത്തിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ട് ഇവിടെ വേണം ഒരു ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാറോ വല്ലതും നിങ്ങൾ ഉണ്ടാക്കി കളിച്ചു. നിങ്ങൾ വിമാനമൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട, അതിൻ്റെ എൻജിൻ നിങ്ങൾ വികസിപ്പിക്കാൻ നോക്കണ്ട. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലേ അമേരിക്കയ്ക്കും ചൈനയ്ക്കും നേപ്പാളല്ലേ, ചൈനയ്ക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല, പാകിസ്ഥാനും ഇഷ്ടപ്പെടത്തില്ല. പാകിസ്ഥാനേക്കാളിലൊക്കെ മുന്നേ നമ്മൾ പോകുന്നത് തെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കണ്ട, വിമാനമൊന്നും ഉണ്ടാക്കണ്ട, വിമാനത്തിൻ്റെ എഞ്ചിനും ഉണ്ടാക്കണ്ട, ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞ് കുറേ
നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അവരെ അങ്ങ് ഒതുക്കുക. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മളിപ്പോൾ ഏതാണ്ട് ബ്രഹ്മോസ് മിസൈൽ ഉണ്ടാക്കുന്നു, അഗ്നി മിസൈൽ ഉണ്ടാക്കുന്നു. ഉള്ള ലോക രാജ്യങ്ങളെ മൊത്തം പേടിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ മിസൈൽ ആയുധ ശേഖരം വളർന്നു വലുതായിരിക്കുന്നു, എല്ലാവരും ഭയപ്പെടുന്ന രീതിയിൽ. അതാരാ ഉണ്ടാക്കിക്കൊണ്ട് ഡിസൈൻ ചെയ്ത് അത് വികസനം ചെയ്തുകൊണ്ട് DRDO. അന്ന് അങ്ങേരെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ചുമ്മാതെ വെടിക്കെട്ടുകാർക്ക് ഉണ്ടാക്കി ഉത്സവ പറമ്പിലോ കത്തിച്ചു വിടുന്ന പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അവരെ അനുവദിച്ച് കാലഘട്ടം ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഭരണ സമയത്ത്. അത് എന്തുകൊണ്ടാണ് പറയുന്നത്? പാകിസ്ഥാനേക്കാൾ നമ്മൾ ശക്തമാകരുത്, അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ചൈനയെക്കാട്ട് ശക്തമായാൽ അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ചൈനയെയും പാകിസ്ഥാനെയൊക്കെ നമ്മൾ ആയുധത്തിൻ്റെ ശക്തിയിൽ മറികടന്നാൽ അത് ശരിയായിട്ടുള്ള നടപടിയല്ല. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ കാര്യമാണ്, നമ്മുടെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇവന്മാർ ഇതിനെ തടഞ്ഞു വെച്ചുകൊണ്ടിരുന്നത്, രാജ്യത്തിൻ്റെ പുരോഗതിയെ തടഞ്ഞു വെച്ചുകൊണ്ടിരുന്നത്. ഇവർക്ക് എല്ലാ വിഭവങ്ങളും ഉണ്ടായിട്ടും ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകാതിരുന്നത്. നമ്മൾ ആണവ പരീക്ഷണം തന്നെ നടത്തി. ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊരു പരീക്ഷണം നടത്തി ഉപരോധം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല. പിന്നീട് നമ്മൾ ആളുകളെല്ലാം ഓരോന്നും എതിർത്തിട്ട്, അമേരിക്ക ഉൾപ്പെടെ എതിർത്തിട്ട് നമ്മൾ പിന്നീട് ആണവ പരീക്ഷണം നടത്താൻ വാജ്പേയി അടൽജിയുടെ കാലം വരെ കാത്തിരിക്കേണ്ടി വന്നു. അടൽജി BJP-കാരനായിരുന്നു. അതുകൊണ്ട് രാജ്യമാണ് വലുത്, രാജ്യത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം എന്നുള്ളതായതുകൊണ്ട് എല്ലാവരുടെയും ഭീഷണിയെ മറികടന്നുകൊണ്ട് നമ്മൾ ആണവ പരീക്ഷണം നടത്തി. കോൺഗ്രസ്സുകാർ അതിന് തയ്യാറായില്ല. എന്തുകൊണ്ട്? ഇപ്പം തന്നെ നമ്മൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നമ്മൾ വിമാനത്തിൻ്റെ എൻജിൻ വികസിപ്പിച്ചു, സ്വന്തമായി നമ്മൾ വികസിപ്പിച്ചു. അന്ന് കാലത്ത് നെഹ്റു ഇത് സ്ഥാപിച്ചു, ഇന്ദിരാഗാന്ധി പിന്നെ വന്നു, രാജീവ് ഗാന്ധി വന്നു, ഇപ്പം ഒരു മേനി പറഞ്ഞുകൊണ്ട് നടക്കുന്ന കക്ഷികളൊക്കെ ഉണ്ടായിരുന്നു ഈ ഭരണത്തിലൊക്കെ. എന്നിട്ട് എന്തുകൊണ്ട് ഈ വിമാനത്തിൻ്റെ ഒരു എൻജിൻ വികസിപ്പിച്ചെടുക്കാൻ ഉള്ള അനുവാദം കൊടുത്തില്ല? അല്ലെന്നുണ്ടെങ്കിൽ അതിനു വേണ്ട സൗകര്യം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് നൽകിയില്ല? അതിനെന്തുകൊണ്ട് ഈ വിദ്വാന്മാരൊന്നും തയ്യാറായില്ല എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. അതിനും അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി അതിനുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു പ്രധാനമന്ത്രി വരേണ്ടി വന്നു നമ്മുടെ നരേന്ദ്രമോദി അധികാരമേൽക്കുന്നത് വരെ. അത് തന്നെയാണ് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും മൻമോഹൻ സിംഗും രാജീവ് ഗാന്ധിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ നരേന്ദ്രമോദിയെ വേറിട്ട് നിർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ രാജ്യം ഏറ്റവും അത്യുന്നത നിലയിലെത്തണം. സൈനിക ശക്തിയിലായാലും ഏത് രീതിയിലും, സാങ്കേതിക വിദ്യയിലായാലും ഏത് രീതിയിലും ഇന്ത്യ ഏറ്റവും മുകളിൽ നിൽക്കണം എന്നുള്ള ചിന്താഗതിയിലാണ് അദ്ദേഹം ഭരിക്കുന്നത്. നമ്മളിപ്പോൾ ആണവ റിയാക്ടറുകളുടെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. ഇത് പ്രവർത്തിക്കാൻ യുറേനിയം വേണം. നമുക്ക് ഇന്ത്യയിലത് ദുർലഭമാണ്, വിദേശ രാജ്യത്തു നിന്ന് നമുക്ക് വേണം. അതാണ്ട് ഇപ്പോൾ നരേന്ദ്രമോദി ആസ്ട്രേലിയയിൽ പോയി. നമുക്ക് ആവശ്യത്തിനുള്ള യുറേനിയം കൊണ്ടുവരാനാണ് അദ്ദേഹം കരാർ ഒപ്പിട്ടത്. നേരത്തെ ഈ മറ്റേ പറഞ്ഞ വിദ്വാന്മാരും മഹതികളും ഒക്കെ മഹതിയൊക്കെ ഭരിച്ച സമയത്ത് എന്താണ് സംഭവിച്ചത്? ഇതൊന്നും കിട്ടത്തില്ല. നമ്മൾ ഇതിന് എവിടെ നിന്നേലും ശ്രമിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉപരോധം. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെക്കും. അതേസമയം നരേന്ദ്രമോദി കണ്ട് ഇപ്പോൾ ആസ്ട്രേലിയയിൽ പോയി യുറേനിയം, നമുക്ക് ആവശ്യത്തിനുള്ള യുറേനിയം കൊണ്ടുവരാനുള്ള കരാറുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതേപോലെ നമുക്ക് എന്ത് വേണമെന്നുണ്ട്. ഇപ്പോൾ അതാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ വിമാനം നിർമ്മിച്ചു. ഇനി അടുത്തത് നമ്മൾ യുദ്ധവിമാനം, നമ്മൾ സ്വന്തമായിട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നമ്മുടേതായിട്ടുള്ള യുദ്ധവിമാനം തേജസ് നിർമ്മിച്ച്, അത് കൂടാതെ തന്നെ ഇപ്പോൾ നമ്മൾ നിർമ്മിക്കാൻ പോവുകയാണ് ഇവരുമായിട്ട് ചേർന്ന്. ഇപ്പം സുഖോയ് നമ്മൾ നിർമ്മിക്കുന്നുണ്ട് റഷ്യയുമായിട്ട് ചേർന്ന്. ഇനിയിപ്പം ഫ്രാൻസുമായി ചേർന്ന് ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന യുദ്ധവിമാനം ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ പേര് പെട്ടെന്ന് ഞാൻ മറന്നുപോയി. അതിപ്പം നമ്മൾ ഇന്ത്യയിൽ ബാക്കി കുറച്ച് ഫ്രാൻസിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ അത് ഇന്ത്യ നിർമ്മിക്കാൻ പോവുകയാണ്.
അവരിരുന്നപ്പോൾ ഇത് നടക്കുന്ന കാര്യമല്ലായിരുന്നു, അവർക്കും ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു ആർജവം വേണം, അത് ഇന്ത്യ നന്നാകണം, ഇന്ത്യയോടുള്ള ഒരു സ്നേഹം വേണം, ഇന്ത്യ എല്ലാത്തിലും വലുതാകണം എന്നുള്ള ഒരു ചിന്ത വേണം. അതില്ലാത്തിടത്തോളം കാലം സർവോപരി എൻ്റെ രാജ്യം ലോകത്തിൻ്റെ നെറുകയിൽ എത്തണം, ലോകത്തിൽ എൻ്റെ രാജ്യമാണ് ഏറ്റവും ശക്തമാകേണ്ടത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കണം. അത് നെഹ്റുവിനാകട്ടെ ഇല്ലായിരുന്നു, ഇന്ദിരാഗാന്ധിക്ക് ഇല്ലായിരുന്നു, രാജീവ് ഗാന്ധിക്കും ഇല്ലായിരുന്നു, മൻമോഹൻ സിംഗിനും ഇല്ലായിരുന്നു. അവർക്ക് ആർക്കും ഈ ഒരു ചിന്തയില്ലായിരുന്നു. അവർക്ക് എങ്ങനെയും ഇന്ത്യ ഞങ്ങൾക്ക് ഈ കസേരയിലിരിക്കണം, കസേരയിലിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക്, ഞങ്ങളുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ആശ്രിതർക്ക് പണം ഉണ്ടാക്കാനുള്ള വകുപ്പുണ്ടാക്കണം, അവർക്ക് പണക്കാരാകണം എന്നുള്ള ചിന്തയിലായിരുന്നു ഇത്രയും കാലം ഇവരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നത്. നെഹ്റുവിൻ്റെ കാര്യം പ്രത്യേകിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ വളരെ അസാൻമാർഗികമായ രീതിയിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെക്കാട്ടി വലുത് സ്ഥാനമാനങ്ങളാണെന്നുള്ളത് ആ വിഭജനം തന്നെ, രാജ്യത്തിൻ്റെ വിഭജനം തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പദം മോഹിച്ചുകൊണ്ട് ആ ഒരു മോഹം കൊണ്ടാണല്ലോ ഈ പാകിസ്ഥാനുമായിട്ട് വിഭജിച്ച് നമ്മുടെ രാജ്യത്തെ രണ്ടാക്കേണ്ടി വന്നത്. അദ്ദേഹമായിരുന്നില്ല ഇതിനുവേണ്ടി ചുക്കാൻ പിടിച്ച്. അല്ലെന്നുണ്ടെങ്കിൽ തനിക്ക് പ്രധാനമന്ത്രി പദം കിട്ടാതെ ജിന്ന പ്രധാനമന്ത്രിയാകുമോ എന്നുള്ളൊരു ഭയം, അതായിരുന്നു അദ്ദേഹത്തെ ഭരിച്ചിരുന്നത്. അപ്പം അവരുടെ ദേശസ്നേഹം എത്രമാത്രം ഉണ്ടെന്നറിയാം. ഇന്ദിരാഗാന്ധി, അദ്ദേഹത്തിൻ്റെ മകളാണ് ഇന്ദിരാഗാന്ധി. അവരെന്താണ് കാണിച്ചത്? 71 യുദ്ധത്തിൽ നമ്മൾ പൂർവ്വ പാകിസ്ഥാൻ, 2 പാകിസ്ഥാനായിരുന്നു, ബംഗ്ലാദേശ് ഭാഗം അത് യുദ്ധം ചെയ്ത് വേറെ രാജ്യമാക്കി കൊടുത്തു. ആ സമയത്ത് പാകിസ്ഥാൻ്റെ നല്ലൊരു ഭൂപ്രദേശം നമ്മൾ പിടിച്ചടക്കിയിരുന്നു. നമ്മുടെ കുറച്ച് പട്ടാളക്കാരുടെ ജീവൻ പോലും ഗുരുതി കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് കൂടി നമ്മുടെ കാശ്മീരിൻ്റെ 1/3 ഭാഗം അവർ പിടിച്ചടക്കി വെച്ചിരുന്നത് വിട്ടുതരാതെ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗം വിട്ടുകൊടുത്ത സ്ത്രീയാണ് ഇന്ദിരാഗാന്ധി. ഇവർക്കെന്ത് രാജ്യസ്നേഹമാണ്? എന്നിട്ട് കോൺഗ്രസ്സുകാർ പറയുന്നത് വലിയ രാജ്യസ്നേഹവും പറഞ്ഞു നടക്കും. അന്ന് ആ സ്ത്രീക്ക്, ഇന്ദിരാഗാന്ധിക്ക് പറയാമായിരുന്നു, ഞങ്ങളുടെ കാശ്മീരിൻ്റെ പിടിച്ചു വച്ചിരിക്കുന്ന ഭാഗം വിട്ടുതരാതെ ഞങ്ങൾ നിങ്ങളുടെ ഈ ഭൂപ്രദേശം തിരിച്ചു തരികയില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ കാശ്മീർ പ്രശ്നം അന്നേ പരിഹരിക്കപ്പെടുമായിരുന്നു, തീവ്രവാദം ഉണ്ടാവുകയില്ലായിരുന്നു. അന്ന് കാലത്ത് അവിടെ ഉണ്ടായിരുന്നവർ തീവ്രവാദികളായിരുന്നില്ല. പിന്നീടാണ് പാകിസ്ഥാൻ്റെ കയ്യിൽ ഇതെത്തി, അവിടുന്ന് തീവ്രവാദം വളർത്തി കാശ്മീരിലുള്ള പണ്ഡിറ്റുകളെ മൊത്തം, അവിടുത്തെ യഥാർത്ഥ ആ പ്രദേശത്തിൻ്റെ അധികാരികളായ, അവിടുത്തെ ജെനുവിനായിട്ടുള്ള ആൾക്കാരായ പണ്ഡിറ്റുകളെ അവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് ഈ കുറേ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ അവിടെ കടന്നു കയറിയവരുടെ അധീനതയിലാക്കി അവിടെ തീവ്രവാദം കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. അന്ന് ഇന്ദിരാഗാന്ധി 71 ഈ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ കാശ്മീർ തീവ്രവാദം ഉണ്ടാകുമായിരുന്നില്ല. കാശ്മീരിൻ്റെ ഭാഗം ഒന്നടങ്കം നമ്മുടെ കയ്യിൽ നമുക്ക് തിരിച്ചു ലഭിക്കുമായിരുന്നു. കാശ്മീരിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ചൈനയ്ക്ക് കൊടുത്തത് സംഭവിക്കുകയില്ലായിരുന്നു. അവരാണ് നമ്മളെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരുന്നത്. ഇതേ രീതിയിലാണ് പല കാര്യങ്ങളും ഈ കോൺഗ്രസ്സുകാർ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. നെഹ്റു ആയാലും ഇന്ദിരാഗാന്ധി ആയാലും ചെയ്തു കൂട്ടിയിട്ടുള്ളത്. എന്നിട്ട് മറ്റുള്ളവരെ രാജ്യസ്നേഹം പഠിപ്പിക്കാനും അതേപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് ഞങ്ങളാണെന്ന് മേനി നടിക്കാനും ശ്രമിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ആയുധ ശക്തിയിൽ ഇന്ത്യ ഇന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം എത്രമാത്രം ആയുധങ്ങളാണ് വികസിപ്പിച്ച് നമ്മൾ നിർമ്മിച്ച് ഇത് ചെയ്തിരിക്കുന്നത്. ബ്രഹ്മോസ് ആയാലും അഗ്നി ആയാലും ഇതേപോലെ പല രീതിയിൽ എയർ ഡിഫൻസും ഒക്കെ S-400 റഷ്യയുടെ വാങ്ങിയെങ്കിലും നമ്മൾ അതിനെ മോഡിഫൈ ചെയ്ത് അതിലും അത്യന്താധുനികമാക്കി നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ച് നിർത്തുന്നു. ഇതാണ് നരേന്ദ്രമോദി അല്ലെന്നുണ്ടെങ്കിൽ ദേശസ്നേഹികൾ രാജ്യം ഭരിച്ചാലുള്ള വ്യത്യാസം. മറ്റ് കോൺഗ്രസ്സുകാരെ കൂട്ട് സ്വന്തം കുടുംബം വളർത്തിക്കൊണ്ട് വരണം, രാജ്യസ്നേഹത്തെക്കാട്ടി വലുത് പാകിസ്ഥാൻ സ്നേഹവുമായിട്ട് നടക്കുന്നവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യം വികസനത്തിൽ മുന്നോട്ട് പോവുകയില്ല എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കി തന്നെയാണ് ഈ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസ്സിനെ ഈ നാട്ടിലെ ജനങ്ങൾ ഒരു മൂലക്കിരുത്തിയിരിക്കുന്നത്. ഇനിയെങ്കിലും ഇത് കണ്ണു തുറന്ന് കണ്ട് തങ്ങളുടെ തെറ്റുകൾ
തിരിച്ചറിഞ്ഞ് ഇത് തിരുത്തി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തയ്യാറായാൽ അവർക്ക് അല്പമെങ്കിലും പ്രത്യാശ പ്രതീക്ഷയോട് കാത്തിരിക്കാം. ഈ പപ്പുവിന് 10 ദിവസമെങ്കിലും പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കാം എന്നുള്ള ഒരു ആഗ്രഹം സഫലീകരിക്കണം എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ സ്നേഹിക്കാൻ അവർ പഠിക്കണം. ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ശക്തിശാലിയായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സന്മനസ് കാണിക്കണം. അവരുടെ മനസ്സിൽ നിന്നുള്ള ഈ പാകിസ്ഥാൻ പ്രേമം അവർ ഒഴുക്കിക്കളയണം. ഈ നാടിൻ്റെ സംസ്കാരത്തിന് നിലനിർത്താൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരാകണം. നമ്മൾ ഇപ്പോൾ പറഞ്ഞു കൊടുത്തത് ഒന്നുകൂടി പറയട്ടെ. നമ്മൾ കണ്ടതാണ് അന്ന് ഈ പാകിസ്ഥാൻ്റെ 90,000 പട്ടാളക്കാർ കീഴടങ്ങിയതാണ് ഇന്ത്യക്ക് മുന്നിൽ ബംഗ്ലാദേശ് യുദ്ധസമയത്ത് 71. ഒരു ഉപാധിയും കൂടാതെ ഒരു ദിവസം ഈ ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യയെ വന്നു ചർച്ച നടത്താനും പറഞ്ഞു. ഒരു രാത്രി അവർ ഒരു മുറിയിൽ കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം ആയപ്പോൾ ഒരു ഉപാധിയില്ലാതെ ഈ പട്ടാളക്കാരെ മൊത്തം ഇന്ദിരാഗാന്ധി വിട്ടുകൊടുക്കുകയായിരുന്നു ചെയ്തത്. ഇതൊക്കെയാണോ രാജ്യസ്നേഹം? ഇത് അവരുടെ സ്വന്തം താല്പര്യം അനുസരിച്ച്, സ്വന്തം താല്പര്യം സഫലമായപ്പോൾ അവർ തന്നിഷ്ടത്തിന് രാജ്യത്തിൻ്റെ ആ താല്പര്യത്തെ ബലി കഴിക്കുകയായിരുന്നു അവർ ചെയ്തത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിന് പകരം നരേന്ദ്രമോദി എന്താണ് ചെയ്യുന്നത്? എവിടെ പോയിരുന്നാണ്ട് നാളെ ഇറ്റലിയിൽ പോയി ഇവർ കളിയാക്കുന്നു. മെലഡി മുട്ടായി കൊടുത്തപ്പോൾ അത് റീൽസ് ഉണ്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയായിരുന്നു. നരേന്ദ്രമോദി എവിടെ പോയാലും ഏതൊരു രാഷ്ട്ര നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയാലും, അത് ഉദ്യോഗസ്ഥരോടൊപ്പം ചേർന്നാലും ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ രാഷ്ട്ര നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ് അദ്ദേഹം നിലപാട് സ്വീകരിക്കുന്നത്. അല്ലാതെ ഇന്ദിരാഗാന്ധിയുടെ കൂട്ട് ഈ പാകിസ്ഥാൻ്റെ പ്രസിഡൻറ്റുമായിട്ട് ഈ ഒറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ച് നമ്മുടെ രാജ്യ താല്പര്യം ബലി കഴിക്കുകയല്ലായിരുന്നു ചെയ്തത്, അടിയറ വെക്കുകയല്ലായിരുന്നു ചെയ്തത്. അങ്ങനെ ഒരിക്കലും നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നുള്ള ചിന്തയിൽ തന്നെയാണ് നരേന്ദ്രമോദി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും. അതിൽ അസൂയപ്പെട്ടിട്ട് കഥയില്ല കോൺഗ്രസ്സുകാർക്ക്. അദ്ദേഹത്തിൻ്റെ ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് കോൺഗ്രസ്സിന് ഒരിക്കലും ഇന്ത്യയിൽ അധികാരം ലഭിക്കുകയില്ല എന്നുള്ള ആ ഒരു മോഹഭംഗം ഉണ്ട്. എന്നാൽ അവർ തിരുത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. കോൺഗ്രസ് തങ്ങളുടെ ഈ നിലപാട് തിരുത്തി രാജ്യ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ വീണ്ടും നിങ്ങളെ പുറന്തള്ളും എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കുക. ഇത് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നിങ്ങൾ ഇതിനകത്തിൽ കമൻറ്റിൽ ഉൾപ്പെടുത്തുക.